ഹലോ ഫ്രണ്ട്സ്, സീറോ ടു ഫ്ലുവൻസിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലരുടെയും സംസാരത്തിൻ്റെ 70% കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ചിട്ടായിരിക്കും. അതായത് ചെയ്തു എന്ന ആശയത്തിലായിരിക്കും അവരുടെ സംസാരത്തിൻ്റെ ഏറിയ പങ്കും അവർ സംസാരിക്കാറുള്ളത്. ഉദാഹരണത്തിന്, ഞങ്ങൾ ഇന്നലെ ഡൽഹിയിൽ പോയി. അവരവനെ ടൗണിൽ വെച്ച് കണ്ടുമുട്ടി. ഞാനൊരു ലാപ്ടോപ്പ് വാങ്ങി. അവൻ അയാളെ സഹായിച്ചു. ഞാൻ ആ പ്രോഗ്രാമിൽ 10 മിനിറ്റ് പ്രസംഗിച്ചു. 1876 അലക്സാണ്ടർ ബെൽ ടെലിഫോൺ കണ്ടുപിടിച്ചു. ഞങ്ങൾ ഇടത്തോട്ടും വലത്തോട്ടും നോക്കി, എന്നിട്ട് റോഡ് ക്രോസ് ചെയ്തു. അല്ലേ? പോയി, കണ്ടുമുട്ടി, വാങ്ങി, സഹായിച്ചു, പ്രസംഗിച്ചു, കണ്ടുപിടിച്ചു, നോക്കി, ക്രോസ് ചെയ്തു, അല്ലേ? തുടങ്ങിയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ചെയ്തു എന്ന ആശയത്തിലാണ്. അതായത് കഴിഞ്ഞ കാലത്ത് സംഭവിച്ച കാര്യമാണ്. കഥകൾ നമ്മൾ പറയാറുള്ളതും ഇതേ ഒരു ആശയത്തിലാണ്, ചെയ്തു എന്ന ആശയത്തിലാണ്. നമ്മുടെ സംസാരത്തിൻ്റെ ഏറിയ പങ്കും കടന്നു വരാറുള്ള ഈ ഒരു ആശയം, അതായത് ചെയ്തു എന്ന ആശയം എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക എന്ന്, എങ്ങനെയാണ് പറയേണ്ടത്, ഇംഗ്ലീഷിൽ എങ്ങനെ പറയേണ്ടത് എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. വളരെ സിമ്പിളായ കാര്യമാണ്, വളരെ എളുപ്പമുള്ള കാര്യമാണ്. ഇതിന് നമ്മൾ ആദ്യം കണ്ടെത്തേണ്ടത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആ ക്രിയയുടെ ആ ഒരു വേർബിൻ്റെ സെക്കൻഡ് ഫോം, അതായത് V2 പാസ്റ്റ് ടെൻസ് നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. കാരണം പല വേർഡ്സിൻ്റെയും പല വേർഡ്സിൻ്റെയും പല ക്രിയകളുടെയും സെക്കൻഡ് ഫോം നമുക്ക് ആ വേർഡ്സിൻ്റെ അവസാനത്തിൽ ഒരു ED ചേർത്ത് കൊടുക്കൽ കൊണ്ട് നമുക്ക് കിട്ടും. ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. അബ്യൂസ്, ആക്ട്, ആഡ്, ബേക്ക്, ബിലീവ്, കോൾ തുടങ്ങിയ കുറേ വേർഡ്സ് ഞാനിവിടെ തന്നിട്ടുണ്ട്. അതിലൊന്നാമത്തത് അബ്യൂസ്, അല്ലേ? അതായത് ചീത്ത പറയുക എന്നതാണ് അതിൻ്റെ മീനിങ്. അതിൻ്റെ സെക്കൻഡ് ഫോം അവസാനം ED ചേർത്ത് കൊടുക്കൽ കൊണ്ട് നമുക്ക് കിട്ടും. ഉദാഹരണത്തിന് അബ്യൂസ്ഡ്, അല്ലേ? അബ്യൂസ് ചീത്ത പറയുക, അബ്യൂസ്ഡ് ചീത്ത പറഞ്ഞു. അതിൻ്റെ മൂന്നാമത്തെ രൂപം പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്നത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. പക്ഷേ ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് പറയാം. ഇപ്പോൾ നമ്മൾ അതിൻ്റെ രണ്ടാമത്തെ ഫോമായ പാസ്റ്റ് ഫോം മാത്രം നോക്കിയാൽ മതി. ഓക്കെ. അബ്യൂസ്, അബ്യൂസ്ഡ്, ആക്ട്, ആക്ടഡ്, ആഡ്, ആഡഡ്, ബേക്ക്, ബിലീവ്, അല്ലേ? അതായത് അബ്യൂസ് ചീത്ത പറയുക, അബ്യൂസ്ഡ് ചീത്ത പറഞ്ഞു, ആക്ട് അഭിനയിക്കുക, ആക്ടഡ് അഭിനയിച്ചു, അല്ലേ? ഇങ്ങനെ. അപ്പോൾ സെക്കൻഡ് ഫോം കിട്ടാൻ അവസാനം ED ചേർത്ത് കൊടുത്താൽ തന്നെ ഏകദേശം വേർഡ്സിൻ്റെയൊക്കെ നമുക്ക് പാസ്റ്റ് ഫോം കിട്ടും. എന്നാൽ മറ്റൊരു രീതിയിലുള്ള പാസ്റ്റ് ഫോം വരാറുണ്ട്. അതായത് വേർഡ്സിൽ മൊത്തത്തിൽ ചില ചേഞ്ചുകൾ അത് പാസ്റ്റ് ഫോം ആക്കുന്ന സമയത്ത് ഉണ്ടാകും. ഉദാഹരണത്തിന് അറൈസ്, അവേക്ക്, ബിയർ, ബിക്കം, ബിഗിൻ, ബെൻ, ക്യാച്ച്, അല്ലേ? കാസ്റ്റ്, ക്യാച്ച്, ഇങ്ങനെ കുറേ വേർഡ്സ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൻ്റെയൊക്കെ പാസ്റ്റ് ഫോം ആക്കുന്ന സമയത്ത് നോക്കുക. അറൈസ് എന്നതിൻ്റെ പാസ്റ്റ് ഫോം അറോസ് എന്നാണ്. അറോയ്സ്, അറോയ്സൺ, അവേക്ക്, അവോക്ക് എന്നിങ്ങനെയാണ്. അപ്പം അറോയ്സ് എന്നാൽ ഉയരുക, അറോസ് ഉയർന്നു, അറോയ്സൺ ഉയർന്നിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ സെക്കൻഡ് ഫോമാണ് കിട്ടേണ്ടത്. അപ്പോൾ ഈ പാസ്റ്റ് ഫോം കിട്ടിയാൽ ഈ പാസ്റ്റ് ഫോം നോക്കി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ക്രിയയുടെ സെക്കൻഡ് ഫോം നോക്കിയിട്ട് ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിനെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ചെയ്തു എന്ന ആശയത്തിൽ നമുക്ക് എങ്ങനെ പറയാമെന്ന് നമുക്ക് നോക്കാം. I എന്നാൽ ഞാൻ, യു എന്നാൽ നീ, ദേ എന്നാൽ അവർ, വി എന്നാൽ നമ്മൾ, ഹി എന്നാൽ അവൻ, ഷി എന്നാൽ അവൾ, ഇറ്റ് എന്നാൽ അത്, ഇത് എന്നൊക്കെയാണല്ലേ. ഓക്കെ. ഇനി നമ്മൾ ഈ പറയുന്ന, അതായത് ചെയ്തു എന്ന ആശയത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കാലഘട്ടത്തെക്കുറിച്ച് പറയാൻ വേണ്ടി ഒരു വേർഡ് നമുക്കതിന് വേണ്ടി എടുക്കാം. ഉദാഹരണത്തിന് ഡിസ്കവർ എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക എന്നൊക്കെയാണ് അർത്ഥം. ഇനി നമുക്ക് പറയേണ്ടത് ഞാൻ കണ്ടെത്തി, നീ കണ്ടെത്തി, അവർ കണ്ടെത്തി, നമ്മൾ കണ്ടെത്തി, അവൻ കണ്ടെത്തി, അവൾ കണ്ടെത്തി എന്നൊക്കെയാണ്. കഥകൾ പറയുമ്പോഴും നമ്മൾ ഈ ഒരു അതേ ശൈലിയിലാണല്ലേ. മുമ്പ് ചെയ്ത കാര്യം, മുമ്പെന്നോ നടന്ന ഒരു സംഭവമാണ് നമ്മൾ കഥയായിട്ട് പലപ്പോഴും പറയാറുള്ളത്, അല്ലേ? അവരവിടെ ജീവിച്ചു, അവരിങ്ങനെയാക്കി, അങ്ങനെ നമ്മൾ കഥകൾ അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പോൾ അതേ ആശയത്തിൽ ഞാൻ കണ്ടെത്തി, നീ കണ്ടെത്തി എന്നൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. ഈ ഡിസ്കവർ എന്നതിൻ്റെ സെക്കൻഡ് ഫോം, അതായത് പാസ്റ്റ് ഫോം V2 നമ്മൾ ഉപയോഗിച്ചാൽ മാത്രം മതി. എങ്ങനെയാണത്? ഡിസ്കവർ എന്നതിൻ്റെ സെക്കൻഡ് ഫോം അതിൻ്റെ അവസാനം ഒരു ED ചേർത്ത് കൊടുത്താൽ നമുക്ക് കിട്ടുന്നതാണ്. ഉദാഹരണത്തിന് ഡിസ്കവേർഡ്, അല്ലേ? അപ്പോൾ ഞാൻ കണ്ടെത്തി, ഐ ഡിസ്കവർ, നീ കണ്ടെത്തി, യു ഡിസ്കവർ, അവർ കണ്ടെത്തി, ദേ ഡിസ്കവർ, നമ്മൾ കണ്ടെത്തി, വി ഡിസ്കവർ, അവൻ കണ്ടെത്തി, ഹി ഡിസ്കവർ, അവൾ കണ്ടെത്തി, ഷി ഡിസ്കവർ. വളരെ എളുപ്പമല്ലേ? ഇനി
ഇതിൻ്റെ ഇനി കുറച്ചുകൂടി ഉദാഹരണങ്ങൾ വേണമെങ്കിൽ മറ്റ് വേർഡ്സ് വെച്ചിട്ട് നമുക്ക് നോക്കാം. അതായത് ഫിനിഷ്, പൂർത്തിയാക്കുക അല്ലേ. ഇനി അതിൻ്റെ സെക്കൻഡ് ഫോം ഉപയോഗിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ അതിൻ്റെ അവസാനം ഇ ഡി ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ പൂർത്തിയാക്കി, ഐ ഫിനിഷ്ഡ്. നീ പൂർത്തിയാക്കി, യു ഫിനിഷ്ഡ്. അവർ പൂർത്തിയാക്കി, ദേ ഫിനിഷ്ഡ് അല്ലേ. ഇനി ഹെൽപ്പ്, ഞാൻ സഹായിച്ചു, ഐ ഹെൽപ്പ്. അവൻ സഹായിച്ചു, ഹി ഹെൽപ്ഡ്. അവൾ സഹായിച്ചു, ഷീ ഹെൽപ്ഡ് അല്ലേ. ഇങ്ങനെ യാണ്. പിന്നെ ഇതിൻ്റെ വേർഡ്സിൽ മൊത്തം ചേഞ്ച് വരുന്ന മറ്റു വേർഡ്സും ഞാൻ അവിടെ മേലെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ചൊന്ന് പ്രാക്ടീസ് ചെയ്തൊന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ. ഇനി ഇതിൻ്റെ നെഗറ്റീവ് ഫോം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഉദാഹരണത്തിന് ഐ ഡിസ്കവേർഡ്, ഞാൻ കണ്ടെത്തി എന്നാണ് അല്ലേ. ഇനി എനിക്ക് പറയേണ്ടത് ഞാൻ കണ്ടെത്തിയില്ല, അവൻ കണ്ടെത്തിയില്ല, നീ കണ്ടെത്തിയില്ല, അവൻ കണ്ടെത്തിയില്ല. എങ്ങനെയാണിത് പറയുക? എളുപ്പമല്ലേ? എങ്ങനെയാണിത് പറയാൻ നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സഹായക ക്രിയ എന്നുള്ളത് ഒരു ഡിഡ് നോട്ട് എന്നുള്ളതാണ്. ഈ ഡിഡ് നോട്ട് എന്ന സഹായക ക്രിയ ചേർക്കുകയും ഇനി നമ്മൾ ആ ക്രിയയുടെ, അതായത് നമ്മൾ ഡിസ്കവർ എന്ന വേർബിൻ്റെ സെക്കൻഡ് ഫോമല്ല, നമുക്ക് ഫസ്റ്റ് ഫോം തന്നെ ഉപയോഗിച്ചാൽ മതി. ഇതിൻ്റെ സെക്കൻഡ് ഫോം നെഗറ്റീവ് പറയുന്ന സമയത്ത് നമുക്കതിൻ്റെ സെക്കൻഡ് ഫോം മാത്രം, സെക്കൻഡ് ഫോം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് ഫോം തന്നെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ആ ഇ ഡിയെ അവിടെ നിന്ന് എടുത്ത് മാറ്റണം. എന്നിട്ട് പറയുകയാണ് ഞാൻ കണ്ടെത്തിയില്ല, ഐ ഡിഡ്ന്റ് ഡിസ്കവർ. നീ കണ്ടെത്തിയില്ല, യു ഡിഡ്ന്റ് ഡിസ്കവർ. അവർ കണ്ടെത്തിയില്ല, ദേ ഡിഡ്ന്റ് ഡിസ്കവർ. നമ്മൾ കണ്ടെത്തിയില്ല, വി ഡിഡ്ന്റ് ഡിസ്കവർ. അവൻ കണ്ടെത്തിയില്ല, ഹി ഡിഡ്ന്റ് ഡിസ്കവർ. അവൾ കണ്ടെത്തിയില്ല, ഷീ ഡിഡ്ന്റ് ഡിസ്കവർ. പിന്നെ പറയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക, ഡിഡ് നോട്ട് എന്നതിനെ കോൺട്രസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ ഡിഡിൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് പറയാൻ നമുക്ക് നല്ല ഫ്ലുവൻ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ പറയാനും സാധിക്കും. ഡിഡ് നോട്ട് എന്നതിനെ കോൺട്രസ്റ്റ് ചെയ്തിട്ട് ഡിഡിൻ എന്ന് പറയാം. ഓക്കെ. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഈ ഒരു ആശയത്തിൽ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ രണ്ട് രീതിയിലുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ പറയാറുള്ളത്. യെസ് ഓർ നോ ക്വസ്റ്റ്യനും അതുപോലെ WH ക്വസ്റ്റ്യനും. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക എന്ന് നോക്കാം. അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നമ്മളിതിൻ്റെ തുടക്കത്തിൽ ഒരു ചേർത്ത് കൊടുക്കേണ്ടത് ഡിഡ് എന്ന ഒരു സഹായക്രിയയാണ്. ഈ ഡിഡ് എന്നതിനെ ചേർത്ത് കൊടുത്താൽ തന്നെ നമുക്കതിൻ്റെ ക്വസ്റ്റ്യൻ ഫോം കിട്ടും. ഉദാഹരണത്തിന് ഞാൻ കണ്ടെത്തിയോ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ ഒന്നുകിൽ ആൻസർ യെസ് എന്നായിരിക്കും, അല്ലെങ്കിൽ നോ എന്നായിരിക്കും. അപ്പോൾ ഡിഡ് ഐ ഡിസ്കവർ, ഞാൻ കണ്ടെത്തിയോ, യെസ് ഓർ നോ ആയിരിക്കും ഇതിൻ്റെ ആൻസർ. ഓക്കെ. നീ കണ്ടെത്തിയോ, ഡിഡ് യു ഡിസ്കവർ. അവർ കണ്ടെത്തിയോ, ഡിഡ് യു ഡിസ്കവർ. ഡിഡ് ദേ ഡിസ്കവർ. നമ്മൾ കണ്ടെത്തിയോ, ഡിഡ് വി ഡിസ്കവർ. അവൻ കണ്ടെത്തിയോ, ഡിഡ് ഹി ഡിസ്കവർ. അവൾ കണ്ടെത്തിയോ, ഡിഡ് ഷി ഡിസ്കവർ. അക്ബർ കണ്ടെത്തിയോ, ഡിഡ് അക്ബർ ഡിസ്കവർ അല്ലേ. വളരെ എളുപ്പമാണ്. ആൻഡ് ഇതിൻ്റെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ്റെ നെഗറ്റീവ് ഫോം എങ്ങനെയായിരിക്കും? അതായത് ഡിഡ് ഐ ഡിസ്കവർ, ഞാൻ കണ്ടെത്തിയോ. ഇനി ഞാൻ കണ്ടെത്തിയില്ലേ, നീ കണ്ടെത്തിയില്ലേ, അവർ കണ്ടെത്തിയില്ലേ, ഇങ്ങനെ നമ്മൾ ചോദിക്കാറില്ലേ. അപ്പോൾ അതെങ്ങനെ ചോദിക്കുക? എളുപ്പമാണ് അല്ലേ. നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുണ്ടാവും അതെങ്ങനെയാണ് ചോദിക്കാൻ. ഇതിൻ്റെ അവസാനം ഡിഡ് എന്നതിൻ്റെ കൂടെ ഒരു നോട്ട് ചേർത്ത് കൊടുത്താൽ മാത്രം മതി അല്ലേ. അത് ഡിഡ് നോട്ട് ഐ ഡിസ്കവർ, ഞാൻ കണ്ടെത്തിയില്ലേ. പറയുമ്പോൾ നമ്മളതിനെ കോൺട്രസ്റ്റ് ചെയ്തിട്ട് ഡിഡിൻറ്റ് എന്ന് ഉപയോഗിക്കാം. ഡിഡിൻറ്റ് ഐ ഡിസ്കവർ, ഞാൻ കണ്ടെത്തിയില്ലേ. നീ കണ്ടെത്തിയില്ലേ, ഡിഡിൻറ്റ് യു ഡിസ്കവർ. അവർ കണ്ടെത്തിയില്ലേ, ഡിഡിൻറ്റ് ദേ ഡിസ്കവർ. നമ്മൾ കണ്ടെത്തിയില്ലേ, ഡിഡിൻറ്റ് വി ഡിസ്കവർ. അവൻ കണ്ടെത്തിയില്ലേ, ഡിഡിൻറ്റ് ഹി ഡിസ്കവർ. അവൾ കണ്ടെത്തിയില്ലേ, ഡിഡിൻറ്റ് ഷി ഡിസ്കവർ. ഇനി ഇതിൻ്റെ WH ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. ഇത് വളരെ എളുപ്പമാണ്. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മളത് പറഞ്ഞ പോലെ തന്നെ WH ക്വസ്റ്റ്യൻ ഏതാണ് ഏത് WH ക്വസ്റ്റ്യനിൽ ഏത് വൻ തുടങ്ങിയ വേർഡ്സിൽ ഏതാണോ നമുക്ക് ഉപയോഗിക്കേണ്ടത് അതിന് ഇതിൻ്റെയൊക്കെ തുടക്കത്തിൽ നമ്മൾ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഉദാഹരണത്തിന് ഞാൻ എന്താണ് കണ്ടെത്തിയത്, വാട്ട് ഡിഡ് ഐ ഡിസ്കവർ. നീ എന്താ കണ്ടെത്തിയത്, വാട്ട് ഡിഡ് യു ഡിസ്കവർ. അവൻ എന്താ കണ്ടെത്തിയത്, വാട്ട് ഡിഡ് ഹി ഡിസ്കവർ. ഞാൻ എപ്പോഴാണ് കണ്ടെത്തിയത്, വെൻ ഡിഡ് ഐ ഡിസ്കവർ. നീ എപ്പോഴാണ് കണ്ടെത്തിയത്, വെൻ ഡിഡ് യു ഡിസ്കവർ. അവരെപ്പോഴാണ് കണ്ടെത്തിയത്, വെൻ ഡിഡ് ദേ ഡിസ്കവർ. ഞാൻ എങ്ങനെയാണ് കണ്ടെത്തിയത്, ഹൗ ഡിഡ് ഐ ഡിസ്കവർ. നീ എങ്ങനെയാണ് കണ്ടെത്തിയത്, ഹൗ ഡിഡ് യു ഡിസ്കവർ അല്ലേ. നീ എവിടെയാണ് കണ്ടെത്തിയത്, ഞാൻ എവിടെയാണ് കണ്ടെത്തിയത്, വേർ ഡിഡ് ഐ ഡിസ്കവർ. നീ എവിടെയാണ് കണ്ടെത്തിയത്, വേർ ഡിഡ് യു ഡിസ്കവർ. അവരെവിടെയാണ് കണ്ടെത്തിയത്, വേർ ഡിഡ് ദേ ഡിസ്കവർ. ഓക്കെ. അപ്പോൾ ഇത്ര സിമ്പിളാണ്. അതായത് ചെയ്തു എന്ന ആശയത്തിൽ കാര്യങ്ങൾ പറയാൻ, അതിൽ കഴിഞ്ഞ കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ പറയാൻ വളരെ എളുപ്പമാണ് എന്ന് ഈ ഒരു ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്.
അപ്പോൾ ഇനി ഇതിൻ്റെ അത് ഈ ഒരു ആശയത്തിൽ തന്നെയാണ് നമ്മൾ കഥകൾ പറയാറുള്ളത്. അപ്പോൾ കഥകളൊക്കെ ഇനി സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അത് നമ്മൾ പറയുന്ന ആ വേർബിൻ്റെ സെക്കൻഡ് ഫോം ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞൊരു മെത്തേഡിലൂടെ ഈ ഒരു രൂപത്തിൽ നമ്മൾ പറഞ്ഞാൽ മതി. പിന്നെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കത് കൂടുതൽ കളർഫുള്ളായിട്ട് അല്ലേ, റെഡും ബ്ലാക്കൊക്കെ വെച്ചിട്ട് നിങ്ങളുടെ മൈൻഡിൽ അത് സെറ്റാവുന്ന രീതിയിലാണ് ഈ ഒരു വീഡിയോ ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കേറെ ഉപകാരപ്രദമാകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നതും. ഇനി ഇതിൻ്റെ ഇതിനു വേണ്ടി ഒരു കഥ നമുക്കൊരു ചെറിയൊരു കഥ ഈ ഒരു ചെയ്തു എന്ന ആശയത്തിൽ പറയുന്ന ഒരു കഥ നമുക്കെടുത്ത് പരിശോധിച്ച് നോക്കാം. ഈ കഥയൊന്ന് ഞാൻ വായിക്കാം. One autumn evening, Charles and Beth went to the theatre. They attended a play. The play started at 7 o'clock. Charles and Beth enjoyed the theatre. After the play, Charles and Beth walked together in the park. They walked beside the lake. The moon was bright. They were talking about their future. When Charles and Beth went home, their children were not asleep. They waited for Charles and Beth to return. They were excited to hear about the theatre. Charles told the children about the play. Then Beth put the children to bed. Charles and Beth were very tired. It was a good night. ഇവിടെ ഇതിൻ്റെ ഒരു മീനിങ് വൺ ഓറം ഈവനിങ്, ഒരു ശരത്കാല വൈകുന്നേരം. ചാൾവസും ബെത്തും went to the theatre. അവർ തിയേറ്ററിലേക്ക് പോയി. അവർ attended a play. ഒരു നാടകത്തിൽ പങ്കെടുത്തു. The play, ഈ നാടകം started at 7 o'clock. 7 മണിക്ക് ആരംഭിച്ചു. ചാൾവസും ബെത്തും enjoyed the theatre. അവർ ആ തിയേറ്ററിനെ നന്നായി ആസ്വദിച്ചു. After the play, നാടകത്തിന് ശേഷം ചാർലസും ബെത്തും walked together in the park. ഒന്നിച്ച് പാർക്കിൽ നടന്നു. They walked, അവർ നടന്നു beside the lake. തടാകത്തിനരികിലൂടെ അവർ നടന്നു. The moon was bright. ചന്ദ്രൻ വളരെ ബ്രൈറ്റായിരുന്നു, മീൻസ് വളരെ പ്രസന്നമായിരുന്നു. അവർ സംസാരിച്ചു about their future, അവരുടെ ഭാവിയെക്കുറിച്ച്. When Charles and Beth went home, ചാർലസും ബെത്തും വീട്ടിലേക്ക് പോയപ്പോൾ their children were not asleep. അവരുടെ കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. They waited, അവർ കാത്തിരുന്നു for Charles and Beth to return. ചാർലസും ബെത്തും തിരിച്ചു വരുന്നത് വരെ അവർ കാത്തിരുന്നു. They were excited to hear about the theatre. അവർ തിയേറ്ററിനെ കുറിച്ച് കേൾക്കാൻ വളരെ ആവേശഭരിതരായിരുന്നു. Charles told the children. ചാർലസ് കുട്ടികളോട് പറഞ്ഞു about the play, ആ നാടകത്തെക്കുറിച്ചിട്ട്. Then പിന്നെ Beth put the children to bed. Beth കുട്ടികളെ ബെഡിൽ കിടത്തി. ചാൾവസ് ആൻഡ് ബെത്ത് were very tired. ചാൾവസും ബെത്തും വളരെ ക്ഷീണിതരായിരുന്നു. It was a good night. ഇതൊരു ശുഭരാത്രിയായിരുന്നു. ഇവിടെ ഈ ഒരു കഥയിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഞാൻ അണ്ടർലൈൻ ചെയ്ത വേർഡ്സുകളൊക്കെ നോക്കൂ. went എന്നതാണ് ഒന്നാമത് അല്ലേ, അതായത് പോയി. ഇവിടെ go എന്നതിൻ്റെ സെക്കൻഡ് ഫോമാണ് when എന്നുള്ളത്, പോയി അല്ലേ. ഇനി രണ്ടാമത്തത് attended. ഇവിടെ നമ്മൾ ED ചേർത്തുകൊണ്ടാണ് അവസാനം നമ്മളതിനെ സെക്കൻഡ് ഫോം അറ്റൻഡ് എന്നതിൻ്റെ സെക്കൻഡ് ഫോം നമ്മളാക്കിയത് attended. ED ചേർത്തിട്ടാണ്. അറ്റൻഡ് പങ്കെടുക്കുക, attended പങ്കെടുത്തു. പിന്നെ started, enjoyed, walked, പിന്നെ talked, go went, waited, tell told, put എന്നതിൻ്റെ സെക്കൻഡ് ഫോം put എന്നത് തന്നെയാണ്. is എന്നതിൻ്റെ was എന്നാണ്. അപ്പോൾ ഈ ഒരു കഥ പറയാൻ നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വേർബിൻ്റെ സെക്കൻഡ് ഫോമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഒരു കഥ പറയാൻ അല്ലെങ്കിൽ ചെയ്തു എന്ന ആശയത്തിലെ കാര്യങ്ങൾ പറയാൻ നമുക്കവിടെ ഉപയോഗിക്കേണ്ടി വരുന്നത് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന വേർബിൻ്റെ സെക്കൻഡ് ഫോം ആണ്. അപ്പോൾ ആ ഒരു സെക്കൻഡ് ഫോം കണ്ടെത്തിയിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയത്തിൽ പറയാൻ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സോടുകൂടി വളരെ എളുപ്പമാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇനി ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക.
നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസിലൂടെയാണ് നമുക്ക് ഇത് നമ്മുടെ സംസാരത്തിലേക്ക് വരികയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് നിങ്ങൾക്കെല്ലാവർക്കും വളരെയേറെ ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കൂടാതെ ഇതുപോലുള്ള വീഡിയോസ് സ്പോക്കൺ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ഇനിയും ലഭിക്കുന്നതിന് വേണ്ടി ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ, താങ്ക്സ്.